ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് മിസ്റ്ററി ബൈ ജോസഫ് യോഹന്നാനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചുമയ്ക്കുള്ള റെമഡിയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കാനായിട്ട് കഴിപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അപ്പോൾ അതിനുവേണ്ടി ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അര ഗ്ലാസ് നമ്മൾ എടുത്തേക്കണം. ഷുഗർ ഫുള്ള് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കപ്പലാണെങ്കിൽ അതനുസരിച്ച് റേഷ്യോ എടുത്ത് ഷുഗറിൻ്റെ പകുതി വെള്ളം മതി. പിന്നെ ഗ്രാമ്പു പൊടിച്ചതാണ്, ഒരു ഗ്രാമാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ചുക്ക് പൗഡറാണ്, അതൊരു 2 ഗ്രാം ഇടുന്നുണ്ട്. ഗ്രാമ്പുവിനെക്കാളും കൂടുതൽ നമ്മൾ ചുക്ക് ഇടുന്നുണ്ട്. ചുക്ക് നല്ലതാണ്, ചുമയ്ക്ക് വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. പിന്നെ അതിൽ കറുകപ്പട്ട പൊടിച്ചത്, സിനമൺ പൗഡർ ആണ് നമ്മളിടുന്നത്. അതൊരു ഗ്രാം മതി. ഒരു നാരങ്ങ ലെമണാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു ഫുള്ള് ലെമൺ എടുക്കുന്നുണ്ട്. പിന്നെ ഹണി നമ്മളൊരു 25 ml നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ റെമഡി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കുക. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം, പകുതി ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനകത്തോട്ട് ഫുള്ള് ഗ്ലാസ് ഷുഗർ ഇടുക. നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വെള്ളവും ഷുഗറും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഒരു ഗ്രാമോളം പൊടിച്ചത്, നമ്മൾ ഗ്രാമ്പു പൊടിച്ചത്. അപ്പോൾ നമുക്ക് കറുകപ്പട്ട പൊടിച്ചത്, സിനമൺ പൗഡർ ഇട്ട് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ 1 ഗ്രാം മതി. വളരെ കുറച്ചിട്ട് 1 ഗ്രാം ഇട്ടിട്ടുള്ളൂ, ടേബിൾ സ്പൂൺ ഇട്ടേക്കണം. അത് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെമണിൻ്റെ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസ്. ഇനി നന്നായിട്ട് ഇതൊന്ന് റെഡ്യൂസ് ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടി നമുക്ക് തിക്കാണ്. നമ്മളിപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കി എടുക്കുന്ന ആ ഒരു ഇതിലോട്ട് നമുക്ക് വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി തിക്കാവണം. എന്നിട്ട് നമുക്ക് ഹണി ഒഴിക്കാം. ഹണി ഒഴിച്ചിട്ട് ഹണി ആദ്യം കുക്ക് ചെയ്യുന്നില്ല, കാരണം ഹണി കുക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് കാണാം നല്ല മണം വരുന്നുണ്ട്. ചുക്കിൻ്റെയും പിന്നെ ഗ്രാമ്പുവിൻ്റെ ഒക്കെ നല്ല കറുകപ്പട്ടയുടെ ഒക്കെ നല്ല മണമുണ്ട്. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കുറച്ചും കൂടി ആയിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഹണി ഒഴിക്കുന്നതാണ്. ഹണി ഒഴിക്കാൻ പോവാണ്. ഹണി എടുത്തിട്ടുണ്ട്. ഹണി ഒരു 25 ml ആണ് നമ്മൾ ഒഴിക്കുന്നതിനകത്തോട്ട്. കൊടുക്കുന്നത് ചൂടോടെ തന്നെ നമ്മളൊരു ഓവൻ ട്രേ ഉണ്ടെങ്കിൽ ഓവൻ ട്രേയിൽ വെക്കുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടാണെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം ഡിസൈനായിട്ട് ചെയ്യണമെങ്കിൽ ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒറ്റ ട്രേയിലായിട്ട് അങ്ങോട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്ലോ ചെയ്തിട്ടുണ്ട് ഫയർ. ഹണി അധികം ഓവർ ബേൺ ആവാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹണി ഒഴിച്ച് തരണം. നമ്മൾ സ്ലോയിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ട്രെയിലോട്ട് ഇടാം. ഓക്കെ, നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ സെറ്റായി കഴിഞ്ഞ ശേഷം നമുക്കത് എടുത്ത് മാറ്റി ഏതെങ്കിലും ഒരു ജാറിലൊക്കെ ഇട്ട് വെച്ചിട്ട് വെക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി.
ഇനി ഇതിൻ്റെ അകത്തോട്ട് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ചുമയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പനിയൊക്കെ ഉള്ളപ്പോഴൊക്കെ ജസ്റ്റ് ഫസ്റ്റ് റെമഡി പോലെ നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ്. ജസ്റ്റ് പഠിച്ചിട്ടുണ്ടാവുന്നതാണ്. ഇത് ചൂടുവെള്ളത്തിലിട്ടും കൊടുക്കാം.